ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. നാട്ടിലെത്തിയതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നാട്ടിലേക്ക് വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചക്ക് അനുവാണ് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ഫുഡ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു ഫാമിലി 2 മാസത്തിന് വിസിറ്റിങ്ങിന് വരണുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് റൂമൊക്കെ ഇതാക്കി കൊടുക്കണമായിരുന്നു. ഒരു തിരക്കിൻ്റെ ഇടയിൽ പറ്റിയ പോലെയൊക്കെ നമ്മൾ ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാത്തു പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഷൂ ഇടാനായിട്ട് ലേസൊക്കെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ തലേ ദിവസം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരം വൈകി പോയാൽ മതി എന്നും പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോയത്. 9:45 ഫ്ലൈറ്റ്. അപ്പോൾ അതേ ഞങ്ങൾ പോകാനുള്ള ബാഗൊക്കെ എടുത്ത് ഹാൻഡ് ബാഗ് ഒക്കെ വണ്ടി കൊണ്ട് വെക്കണം കേട്ടോ കുട്ടികൾ. 7:30 പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ 7:45 കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരം വൈകിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലെത്തിയപ്പോഴും. എയർപോർട്ടിൽ പോണ വഴി നവാസ്കാടെ വണ്ടി കോളേജിലൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു ടൈമും പോയി. പിന്നെ എയർപോർട്ടിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്ലൈറ്റ്സ് കൂടുതലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ തലേ ദിവസം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ വൈകിപ്പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ അനുവിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെക്കാനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരിക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് 2 വണ്ടിക്ക് വന്നതാണ്. പിന്നെ വാസ്കാക്ക് തിരിച്ച് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനും ഈസിയാണല്ലോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ടും. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഗേറ്റ് വഴിയാണ് കയറാമെന്ന് വെച്ചിട്ട് അപ്പോൾ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ പണി പാളി. ഞാനും വിസാനും കയറി. പക്ഷേ ഇവരെ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. അതിനാണ് ടൈം കുറേ പോയത്. അവിടെ നല്ല ക്യൂ ആയിരുന്നു. കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരം വൈകിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം പോയി ഗേറ്റ് 25 29 എത്തിയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നടന്ന്
അവിടെ ചെന്ന് പിന്നെ ഈ സ്കാനിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്ത് പിന്നെയും ബാഗിലും ലാപ്ടോപ്പും അതും ഇതൊക്കെ എടുത്ത് വെച്ച് എല്ലാം കൂടെ ആയപ്പോൾ സമയം 9:45 കേട്ടോ. സ്കാനിങ്ങും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ കൊച്ചിൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. 5 പേരൊരു കുറവുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു. ഞങ്ങളാണോ ലാസ്റ്റ്? അപ്പോൾ അവിടെ നിന്നൊരു ബസ്സിനാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ അവിടെ പോയത്. അപ്പോൾ കയറിയപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചത് ഞങ്ങളാണ് ലാസ്റ്റ്, കാരണം ആ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞതാണ് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പോയിരുന്നു, നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നേനെന്ന്. അപ്പോൾ അതേ ഞങ്ങൾ കയറുകയാണ് കേട്ടോ. ഞങ്ങൾ കയറുമ്പോൾ ഒരു 3 പെണ്ണുങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെവിടെ നിന്ന് വന്നാണാവോ. അപ്പോൾ അതേ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ 3 ആളൊരു സീറ്റിലും ബാക്കിൽ 2 ആളായിട്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെയുള്ള ഒരുമിച്ചുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ സീറ്റ് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ കയറുമ്പോൾ ഫ്ലൈറ്റൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രം എത്താത്തതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്ത് ബോറടിക്കേണ്ടി വന്നില്ല. വരാ നേരെ ഫ്ലൈറ്റിൽ കയറാം. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കയറണത്. 2 മിനിറ്റും കൂടെ കഴിഞ്ഞെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നായിരുന്നു. അവിടെ എത്തിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അനുവിനെ വിളിക്കാൻ ഒന്നിനും പറ്റിയില്ല. ഫ്ലൈറ്റ് പോകാൻ നേരത്താണ് പിന്നെ മെസ്സേജ് ഇട്ടതും വിളിച്ചതൊക്കെ. അതിന് പോലും ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഓടിപ്പടഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഹാൻഡ് ബാഗ് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ അവിടെ ആളും ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അകത്തേക്ക് വിട്ടത് കേട്ടോ.
അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് ഇതാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നാട്ടിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടാ. ഇനി രാവിലെ വെളുപ്പിനാണ് ഇപ്പം എത്തിയിട്ടുള്ളത്, 3:15. ഇനി ലഗേജൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് നേരെ പോകണം. അപ്പോൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞ് ആ വണ്ടി അവിടെ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതിൽ കയറി. എല്ലാവരേലും ഹാൻഡ് ബാഗൊക്കെ ഉള്ളതുകൊണ്ട് അതും താങ്ങി ഇങ്ങനെ നടക്കണ്ടല്ലോ എന്ന് വെച്ച്. ഇവിടെയും കുറേ നേരം ഞങ്ങൾ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടാ. എന്തോരം ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്ന് പിന്നെ ലഗേജൊക്കെ ഇനി കളക്ട് ചെയ്തെടുക്കണം അവിടെ നിന്ന്. അങ്ങനെ നമ്മളുടെ ലഗേജൊക്കെ കിട്ടി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകാനിട്ടാ. അപ്പോഴാണ് ഫോൺ വിളിച്ച് നോക്കുമ്പോൾ റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ നാട്ടിലെ സിം റീചാർജ് ചെയ്യാനായിട്ട്. ആയിക്ക വിളിച്ചിട്ടും എന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പുറത്ത് പോയിട്ട് അവിടെ നിന്ന് വിളിച്ചതാണ്. പിന്നെ ഞങ്ങൾ നേരെ അഴീക്കോടൊക്കെ പോണത്. അഴീക്കോട് പോയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ 2 ലോറിയിലുണ്ട് ആന. ഫറാസിനെ വാക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പാലപ്പെട്ടിയിലേക്ക് പോവും, നവാസ്കാടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പുലർച്ചെ എത്തിയിട്ടുള്ളത്. വാപ്പിച്ചി അവിടെ എണീറ്റിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയുണ്ടായിരുന്നു. ഉമ്മിച്ചി അടുക്കളയിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ.
അപ്പോൾ അതേ എനിക്കുള്ള മാങ്ങയൊക്കെ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എനിക്കുള്ള മാങ്ങ അവിടെ എടുത്ത് വെക്കണമെന്ന്. പ്രിയൊരു മാവുണ്ട് അവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീരാനായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുള്ള എടുത്ത് വെച്ചോന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതേ ഉമ്മ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് നേരമൊക്കെ വെളുത്തപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നേക്കുമ്പ് വടക്കേ പോയിട്ട് വടക്കയിൽ വാപ്പിച്ചിട്ട് പെങ്ങളുണ്ട് അമ്മായി. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ പാലപ്പെട്ടി പോയിട്ട് എന്ന് വരുമെന്നറിയില്ല. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു വീടിൻ്റെ അപ്പുറത്താണ്. കണ്ടാ മാങ്ങയൊക്കെ കൊത്തിയിട്ടേക്കണത്. ഇതാണ് അമ്മായിയുടെ വീട്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് അമ്മായിയുടെ മോളിപ്പോൾ വീട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും വാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നിട്ട് എല്ലാവരെ കൊണ്ടും തുറപ്പിച്ചതാണ്. അങ്ങനെ ദേ നമ്മൾ പത്തിരിയും ബീഫ് കറിയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങനെ നടന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതേ മുല്ലപ്പൂ കുറേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പറിച്ചെടുത്തു എന്നിട്ട് വണ്ടിയിൽ വെച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പാലപ്പെട്ടിയിലേക്ക്. കുറച്ച് ദൂരമുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവിടെ മറ്റേ മെയിൻ റോട്ടിൽ
ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കണോണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ വഴി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പടിഞ്ഞാറ് വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ വാടാനപ്പള്ളിയിലേക്ക് എത്തും. അപ്പോൾ ആ വഴി പോകാമെന്ന് പറഞ്ഞ് വാടാനപ്പള്ളി വരെ ആ വഴിയാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മളിതാ നവാസ്കാടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് പണിയണ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കാർഗോ പാർസലൊക്കെ അയച്ചിരുന്നതിൽ സൈക്കിൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈക്കിൾ ഇവിടെ വന്നിരിക്കണുണ്ടപ്പോൾ മുതൽ ഇവർക്ക് ഒരു സമാധാനമില്ല കേട്ടോ. അത് പൊളിക്കാണ്ട് എന്നിട്ട് അതൊക്കെ അഴിച്ച് മൂപ്പരെന്നെ ഫിറ്റ് ചെയ്ത് 2 സൈക്കിളും ഫിറ്റ് ചെയ്ത് അപ്പം തന്നെ ചവിട്ടാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല രണ്ടാൾക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നാട്ടിലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്